നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബ്നാനിലെ ഷിയ സായുധ സംഘമായ ഹിസ്ബുല്ല അവർക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന നീക്കം. പശ്ചിമേഷ്യ ഒന്നാമതേ ആകെ കലുഷിതമാണ് ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിൽ. അതിനിടയിലാണ് ഹിസ്ബുല്ലയ്ക്ക് നേരെ കൂടി ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ ആകെ ആശങ്കയിലാണ്. ഈ ഒരു ഹിസ്ബുല്ലയ്ക്കെതിരെയുള്ള ഈ ഒരു ആക്രമണം കൂടി ആകുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുക എന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ ആയിരിക്കുന്നത്. ലെബനാനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രായേലിന്റെ അന്ത്യം കുറിക്കുമെന്നാണ് ഹമാസ് താക്കീത് നൽകിയിരിക്കുന്നത്. ഗാസയിൽ പലസ്തീൻകാർക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് ഏതാണ്ട് പകുതിയോളം ഇസ്രായേൽ സൈന്യം പിന്മാറാൻ തയ്യാറെടുക്കുകയാണ്. എങ്കിൽ പോലും യുദ്ധത്തിന് അറുതി ഉണ്ടാകില്ല. കാരണം ഘോരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമെന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ നൽകുന്ന സൂചന. തെക്കൻ ഇസ്രായേൽ അതിർത്തിയായ ഗാസയിലാണ് ഹമാസുമായുള്ള യുദ്ധം. വടക്കൻ ഇസ്രായേൽ അതിർത്തി ലബനാനുമായിട്ടാണ്. കഴിഞ്ഞ മാസം ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഇത് സ്ഥിതി മോശമാക്കി. 100ഓളം റോക്കറ്റുകൾ അയച്ച് ഹിസ്ബുല്ല മറുപടി നൽകി. ദിവസങ്ങൾക്ക് മുമ്പ് ഹൈഫയിലെയും മറ്റും തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വീഡിയോ ഹിസ്ബുല്ല പുറത്തുവിട്ടത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. ഹിസ്ബുല്ല ഇതിലൂടെ ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധപ്പുരകളും തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്ന ഒരു താക്കീതും നൽകി. തൊട്ടു പിന്നാലെ യോഗം ചേർന്ന ഇസ്രായേൽ സൈനിക കമാൻഡർമാർ ഏതു സമയവും യുദ്ധം തുടങ്ങിയേക്കാമെന്ന സൂചന നൽകി. ഹമാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചെന്നും പക്ഷേ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കിയിരിക്കുകയാണ്. പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ മറ്റൊരു നീക്കത്തെക്കുറിച്ചാണ്. അതായത് ഹമാസിനെതിരെ ആക്രമണം നടത്തുന്ന സൈന്യത്തെ വലിയൊരു ഭാഗത്തെ ലെബനാൻ അതിർത്തിയിലേക്ക് ഇസ്രായേൽ മാറ്റി വിന്യസിക്കും എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ലെബനാനിലേക്കുള്ള ആ ഒരു യുദ്ധവ്യാപനം കൂടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹമാസുമായുള്ള യുദ്ധം പോലെ ആയിരിക്കില്ല ഹിസ്ബുല്ലയുമായുള്ള യുദ്ധം എന്നതാണ്. തീർച്ചയായിട്ടും ഹമാസ് ഇസ്രായേൽ പോരാട്ടം എന്തുമാത്രം കെടുതികളാണ്, എന്തുമാത്രം രൂക്ഷമായിരുന്നു, എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് സൃഷ്ടിച്ചത് എന്ന കാര്യം ലോകം കണ്ടതാണ്. പക്ഷേ ഹിസ്ബുല്ലയുമായുള്ള യുദ്ധം അത്തരത്തിലായിരിക്കില്ല. അത് കൊടും ക്രൂരമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ നിരീക്ഷകരാണ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഉപരോധത്തിൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഗാസ. അതുകൊണ്ട് തന്നെ പുറം ലോകവുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് യാതൊരു രീതിയിലുള്ള പുറംലോക സഹവാസമില്ലാതെ പുറംലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞവരാണ് ഹമാസ്. പക്ഷേ ലബ്നാനും ഹിസ്ബുല്ലയും അങ്ങനെയല്ല. പുറംലോകവുമായി ബന്ധമുണ്ടവർക്ക്. ലബ്നാനിലെ സർക്കാരിൽ നിർണായക സ്വാധീനമുള്ള ഷിയ വിഭാഗമാണ് ഹിസ്ബുല്ല എന്നതും സ്ഥിതിഗതികൾ രൂക്ഷമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ നേതാവ് ഹസൻ നസറുല്ലയുടെ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയ വിശ്വാസികൾ. തീർച്ചയായിട്ടും ഹസൻ നസറുല്ലയുടെ വാക്കുകൾ എന്തായാലും അത് അതേപടി അനുസരിക്കുന്ന, അതേപടി പാലിക്കുന്നവരാണ് ഷിയ വിശ്വാസികൾ. 100,000 ഭടന്മാർ ഹിസ്ബുല്ലയ്ക്കുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇറാനിൽ നിന്ന് ലബ്നാനിലേക്ക് ആയുധങ്ങൾ കൈമാറാൻ വേഗത്തിൽ സാധിക്കുമെന്നതും മറ്റൊരു കാര്യമാണ്. 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ ഭാഗമാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഇറാൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലബ്നാനിലെ ഷിയ പോരാളികളും ഹിസ്ബുല്ലയെ സഹായിക്കാൻ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രാജ്യങ്ങളിൽ നിന്ന് 10,000 ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഭാഗമാകും. ഹസൻ നസ്രുല്ല ഈ ഒരു വിവരം പരസ്യമായി തന്നെ അറിയിച്ചതാണ് ഇസ്രായേലിനെതിരെ ഈ രാജ്യങ്ങളൊക്കെ ഒന്നിക്കുമെന്ന്. ഹമാസിനേക്കാൾ കരുത്തുള്ള സൈനിക ശക്തിയാണ് ഹിസ്ബുല്ല. ഹിസ്ബുല്ലയുമായി യുദ്ധമുണ്ടാകരുതെന്ന് അമേരിക്ക ഇസ്രായേലിനോട് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. UN മേധാവിയും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ ഒരു താക്കീത് ഇസ്രായേലിന് നൽകിയതാണ്. മറ്റൊരു ഗാസ ആവർത്തിക്കരുത് എന്ന UN മുന്നറിയിപ്പും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേൽ മന്ത്രി ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള സൈനിക ഉദ്യോഗസ്ഥർ നിലവിൽ ലബ്നാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ലബ്നാനിൽ എന്തായാലും ഈ യുദ്ധം വ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത്യാധുനികമായ ആയുധങ്ങളൊന്നും ഹമാസിന്റെ കൈവശമില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഹിസ്ബുല്ല സജ്ജമാണ്. എല്ലാ സംവിധാനങ്ങളും, അത്യാധുനിക ആയുധങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെയായി സജ്ജമാണ് ഹിസ്ബുല്ല. ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല ഹിസ്ബുല്ലയ്ക്ക്. ഇത് ഇസ്രായേലിന് കൂടുതൽ തിരിച്ചടിയാകും, ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പശ്ചിമേഷ്യൻ നിരീക്ഷകനായ ഖാസിം ഖാസിർ പറഞ്ഞ അദ്ദേഹത്തിന്റെ ചില നിരീക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിച്ചത്. എന്തായാലും
ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങിയാൽ, ഇവർ തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ കണ്ടതിനേക്കാൾ കൂടുതൽ ഭീകരമായ കാഴ്ചകൾ കാണേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലാണ് നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുല്ല പുറത്തുവിട്ട ഒരു വിവരം, ഇസ്രായേൽ സൈന്യത്തിന് സഹായം നൽകാൻ സൈപ്രസിന് പദ്ധതിയുണ്ട് എന്നൊരു വിവരം ഹിസ്ബുല്ല പുറത്തുവിട്ടിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ സൈപ്രസിനെയും ആക്രമിക്കും എന്ന സൂചനയാണ് ഹിസ്ബുല്ല നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്ത് വന്നിരുന്നു. യൂണിയനിലെ അംഗരാജ്യമാണ് സൈപ്രസ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവരുടെ തുറമുഖങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇസ്രായേലിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന വിവരങ്ങൾ കിട്ടിയെന്നാണ് ഹിസ്ബുല്ല സൂചിപ്പിച്ചത്. എന്തായാലും സൈപ്രസ് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ അവർക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുമെന്നാണ് ഹിസ്ബുല്ലയുടെ മുന്നറിയിപ്പ്. എന്തായാലും ലെബനാനിന് നേരെ യുദ്ധം വ്യാപിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേൽ വമ്പനാണ്. യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും ആയുധശേഖരത്തിൻ്റെ കാര്യത്തിലായാലും ഇസ്രായേൽ വലിയ രീതിയിലുള്ള ശക്തൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഹമാസുമായുള്ള പോരാട്ടം, അതിനുശേഷം ഹിസ്ബുല്ലയുമായുള്ള പോരാട്ടം, ഇതെങ്ങനെ മാറി മറിയും എന്ന ആശങ്കയിലാണ് ലോകം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ. യുദ്ധം ഇന്ന് അവസാനിക്കും, നാളെ അവസാനിക്കുമെന്ന് കാത്തു നിൽക്കുന്നവർക്ക് മുന്നിലേക്ക് പുതിയൊരു യുദ്ധത്തിൻ്റെ വാതായനം കൂടി തുറക്കപ്പെടുകയാണോ എന്ന സംശയവും ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.